ഗായ്സ്, ഇപ്പോൾ ഞങ്ങളുള്ളത് കണ്ണൂർ മാർക്കറ്റിലാണ് ഗായ്സ്. കണ്ണൂർ മാർക്കറ്റിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഞങ്ങൾക്ക് നോമ്പായിട്ടുള്ള കാഴ്ചകളാണ്. കണ്ണൂർ ഇപ്പോൾ നോമ്പിന് പൊതുവെ ഈ സമയം ഉച്ച സമയം തിരക്ക് കുറവാണ്. പക്ഷേ കണ്ണൂർ മാർക്കറ്റിൽ തിരക്കുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം ഗായ്സ്. ഇതാണ് മാർക്കറ്റ്, കണ്ണൂർ മാർക്കറ്റ് ഗായ്സ്. ഇവിടെ വളരെ ആദായ വിലക്കാണ് നമുക്ക് സാധനങ്ങളെല്ലാം ലഭിക്കാം. ഫുള്ള് ഇതാ മുട്ടക്കടയുണ്ട് ഇവിടെ. ഫുള്ള് ഹോൾസെയിലാണ്, എല്ലാം ഹോൾസെയിലാണ്. മാങ്ങയുണ്ട് എല്ലാം. അതായത് നോമ്പിന് എന്തെല്ലാം വേണ്ട നല്ല സാധനം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ചെറിയ പൈസക്ക് കിട്ടും. പണ്ട് എൻ്റെ ഉപ്പാപ്പാൻ്റെ സമയത്ത് വന്നേ കണ്ണൂർ മാർക്കറ്റ് തന്നെ ഞാൻ കണ്ടത്. എൻ്റെ ഉപ്പാപ്പാൻ്റെ പേരിൽ വന്ന സമയത്താണ് ഇതെല്ലാം മാർക്കറ്റ് എന്താണെന്നുള്ളത് കണ്ടത്. അന്നേരമാണ് നമുക്ക് ചെറിയ പൈസക്ക് ഇവിടുന്ന് സാധനം കിട്ടുമെന്നും ഹോൾസെയിലായിട്ട് പിന്നെ പോകുന്നത് റീറ്റെയിലേക്ക് ഇവിടുന്നാണെന്നും മീൻസ് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിലുകാർ കൊടുക്കുന്നത് മാർക്കറ്റിൽ നിന്നാണ്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ കടകളും പൂട്ടി. സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ മാർക്കറ്റെല്ലാം അടവായിരിക്കും, ഒന്നും ഉണ്ടാവില്ല, എല്ലാം ക്ലോസാണ്. എല്ലാ ദിവസവും ഇവിടെ വന്ന ക്രൗഡ് ഫുള്ളായിരിക്കും ഗായ്സ്. മൊത്തം ക്രൗഡ് ഫുള്ളായിരിക്കും, ലോറിയും ആൾക്കാരും ബാളും ഒച്ചപ്പാടും. ഇന്ന് അങ്ങനെയൊന്നുമില്ല, ഇന്ന് ഫുള്ള് ഉറങ്ങിയ അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അവക്കാടോ മേടിക്കണം. ഇവിടെ അവക്കാടോ ഉണ്ടോ നോക്കട്ടെ. ഇതാ നമ്മൾ പേരക്ക മേടിച്ചു. പേരക്കയ്ക്ക് നല്ലൊരു പേരക്ക കണ്ടിട്ട് മേടിച്ചു. കിലോന് 80 റുപ്യ ഗായ്സ് പേരക്ക. എന്തെങ്കിലും വന്നിട്ട് മേടിക്കണ്ടേ മാർക്കറ്റിൽ. അപ്പോൾ എന്താ അവക്കാടോ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല. നമ്മൾ ദുബായിലെന്ന് പറഞ്ഞാൽ അവക്കാടോ എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിൽ കിട്ടുക. ഇവിടെ ഭയങ്കര ക്ഷാമമാണ് അവക്കാടോ. എന്താണെന്നറിയില്ല, നാട്ടുകാർ മേടിക്കായിട്ടാണോ ഈ വിലയാണ് കുടിക്കായിട്ടാണോ എന്നറിയില്ല. ഇവിടെ സാധനം കിട്ടാമെന്നില്ല ഗായ്സ് മാർക്കറ്റിൽ. നിങ്ങൾ കാണുന്നത് ഗായ്സ്, ഇന്ന് ഭയങ്കര മാർക്കറ്റ് ആൾക്കാർ കുറവായില്ല, വീടുകൾ കുറവാണ്. കാരണം വെച്ചാൽ ഇന്ന് ഇവിടെ എന്താ പറയണ്ടേ, സൺഡേ ആയതുകൊണ്ട് ആളെല്ലാം കുറവാണ്. നല്ല ആദായ വിലയാണ് നോക്കിട്ടോ. നല്ല വെളുത്ത കൊത്തൊക്കെ ഉണ്ട്. ഗായ്സ് അവക്കാടോ കിട്ടി. അവക്കാടോ കണ്ടു ഗായ്സ്. എത്ര വില ചോദിക്കണം? അവക്കാടിന് എത്രയാ? അവക്കാടിനെ 350. ഗായ്സ് കണ്ടോ, തീ വില അവക്കാടിന്. അവക്കാടിനെല്ലാം തീ വിലയാണ് ഗായ്സ്. നമ്മളെ ഗൾഫിലെല്ലാം എനിക്കറിയില്ല ഇവിടെ അവക്കാടിന് വില കുറവാണോ കൂടുതൽ. അങ്ങനെ ഗൾഫിലെല്ലാം എൻ്റെ ഇപ്പോഴത്തെ ചീപ്പാണ്. എന്താ ചെയ്യാം, നമുക്കിവിടെ ചോദിച്ചാൽ ബോധവും പഠിക്കണം. ഇവിടെയെല്ലാം നാട്ടിലെല്ലാം ബമ്പം തീ വില അണ്ടിപ്പരിപ്പ് പതിനാൽ. നമുക്ക് ഇവിടെ എത്ര ജസ്റ്റ് ചോദിച്ചോ അണ്ടിപ്പരിപ്പ് പദത്തിനെല്ലാം എത്രയുണ്ട്? അണ്ടിപ്പരിപ്പ് പദം ഉണ്ടോ? അണ്ടിപ്പരിപ്പ് പദം ഉണ്ടോ? എത്ര വരുന്നത്? സ്റ്റാർട്ടിങ് അണ്ടിപ്പരിപ്പിനും പദത്തിനും തീ വിലയാണ് ഗായ്സ്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് 1200 റുപ്യ അല്ല. നടക്കറിയില്ല ഇവിടെ വാമ്പം വിലയാണ്. നമ്മൾ ഗൾഫിലെല്ലാം ദുബായിലെല്ലാം ചെറിയ പൈസയുള്ളൂ അണ്ടിപ്പരിപ്പിനും പദത്തിനെല്ലാം. ഇവിടെ ബമ്പം വില, തീ പിടിച്ച വില. അറിയില്ല എന്തുകൊണ്ടാണ്, തീ പിടിച്ച വിലയാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയാണെന്ന് അറിയില്ല. അവിടെ നിന്ന് കമ്പാരിസൺ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ബമ്പം വില ഗായ്സ്. നാട്ടിൽ എനിക്കറിയില്ല, ചില സമയം കുറവായിരിക്കാം, അറിയില്ല. നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്, ഇവിടെ കൂടുതലായെന്നോ നമുക്കറിയില്ല. ഇവിടെ നമുക്ക് അന്വേഷിക്കാം എത്രയുണ്ട്. നമുക്കിതാ അണ്ടിപ്പരിപ്പും ബോധവും മേടിച്ച് 1100 ഒരു കിലോന്. പക്ഷെ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇവിടെ വില എൻ്റെ അല്ല, എനിക്കറിയാതെ കൊണ്ടായിരിക്കാം. വില ഉണ്ടാവും ചില അണ്ടിപ്പരിപ്പിനും പദത്തിനെല്ലാം. നമ്മൾ ദുബായ് പോലെ അല്ലല്ലോ. പിന്നെ അവക്കാടാണ് കിട്ടാതെ, അത് സീസൺ അല്ലാതെ കൊണ്ടാണ് തോന്നുന്നു അവക്കാട് ഇല്ലാതെ. സീസൺ ടൈമാണെങ്കിൽ ചീപ്പ് പ്രൈസിന് കിട്ടും. ഇപ്പം സീസൺ അല്ലാതെ കൊണ്ട് അവക്കാട് കുറവാണ് ഗായ്സ്, വിലയും കൂടുതലാണ്, സാധനവും കിട്ടുന്നില്ല. അതാണ് പ്രോബ്ലം. കൂടുതൽ ഞാൻ ചോദിച്ചാലും പറഞ്ഞത് അവക്കാടോ കിട്ടുന്നുണ്ട്, പക്ഷേ ഹോൾസെയിൽ മീൻസ് സീസൺ ടൈം 80 റുപ്യല്ലേ ഉള്ളൂ കുടയെന്നെല്ലാം വരുമ്പോൾ. സീസൺ അല്ലാത്ത സമയത്ത് പുറത്തുനിന്ന് ഇടുന്നല്ലോ വരുന്നത് കൊണ്ട് 400 400 ചില്ലറ ആണ് വില. അപ്പോൾ തീ വിലയാണ് സീസൺ അല്ലാത്ത സമയം. സീസൺ ആണെങ്കിൽ 80 റുപ്യക്കെല്ലാം കിട്ടും ഗായ്സ്. അതാണ് അതിൻ്റെ ഗുഡ്നെസ് ഗായ്സ്.